പതിനായിരങ്ങൾ വി എസിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി പാതയോരങ്ങളിലേക്ക് എത്തുമ്പോഴും ഏറ്റവും അച്ചടക്കത്തോടെ ആ വിലാപയാത്ര കടന്നു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വി എസിനായി കാത്തു നിൽക്കുന്ന ആളുകൾ, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുണ്ട്. വി എസിനായി കാത്തു നിൽക്കുകയല്ല, ഞങ്ങൾ സെക്രട്ടേറിയറ്റ് തൊട്ട് വിലാപയാത്രയുടെ കൂടെ വന്നവരാണ്. വിലാപയാത്രയോടൊപ്പം ദർബാർ ഹാള് മുതൽ കൂടെ നടന്നു വന്നവരാണ്. വി എസ് എന്ന് പറയുന്ന സഖാവിനെ ഓർക്കാനായിട്ട് ഞങ്ങളുടെ ഓർമ്മകളിൽ നിന്ന് മാഞ്ഞു പോയിട്ട് എങ്കിലേ ഓർമ്മ വരുള്ളൂ. ഓർമ്മകൾ മരിക്കുന്നില്ല. ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങളുടെ മരണം വരെ എങ്കിലും ഈ സഖാവിൻ്റെ ഓർമ്മകൾ അവിടെ അചഞ്ചലമായിട്ട് നിലകൊള്ളും. കാരണം 100 വർഷം തികഞ്ഞ ഒരു പാർട്ടിയുടെ 101 വയസ്സുള്ളൊരു നേതാവാണ് ഇപ്പോൾ പോയത്. കാലഘട്ടം അവസാനിക്കുകയാണ്, ഒരു കാലഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. എങ്കിൽ പോലും വി എസ് കാട്ടിത്തന്ന മുദ്രാവാക്യങ്ങളും വഴികളും ഞങ്ങൾക്ക് ആവേശമായിട്ട് കൂടെ ഉണ്ടാകും. 100 വയസ്സുള്ള ഒരു പാർട്ടിയുടെ 101 വയസ്സുള്ള നേതാവ് കടന്നു പോകുമ്പോൾ ആ നേതാവിന് യാത്ര നൽകാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ആളുകൾ, അവർ വിലാപയാത്ര മുമ്പിൽ കാത്തു നിൽക്കുകയല്ല, അവർ ദർബാർ ഹാള് മുതൽ ഈ പോയിന്റ് വരെയും അവർ അതിനൊപ്പം ഓടി നടന്നു എത്തുകയാണ്. തീർച്ചയായിട്ടും വാഹനമിടയ്ക്ക് സ്പീഡ് കൂട്ടുമ്പോഴൊക്കെ ഓടേണ്ടതായിട്ട് വരും. അവർക്കതൊന്നും ബുദ്ധിമുട്ടല്ല. അവർ ആ നേതാവിനായി കാത്തു നിൽക്കുന്ന കാഴ്ച അത് എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കും. വി എസിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടിയെത്തും. നമ്മൾ പാതയോരങ്ങളിലേക്ക് ശ്രദ്ധിക്കുമ്പോൾ, ക്യാമറ ആ ഭാഗത്തൊക്കെ തിരിക്കുമ്പോൾ വി എസിനെ കാണാൻ വേണ്ടി പാതയോരങ്ങളിൽ നിൽക്കുന്ന നിരവധി ആളുകളാണ് വി എസിന് വേണ്ടി കാത്തു നിൽക്കുന്നത്. നമുക്ക് കൂടുതൽ പ്രതികരണത്തിലേക്ക് വി എസിനെ എങ്ങനെയാണ് നിങ്ങൾ ഓർത്തെടുക്കുന്നത്? 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങുന്നതല്ല ഭരണം, അത് ജനങ്ങൾക്കിടയിലാണ്. അതാണ് നമ്മളിവിടെ കാണുന്നത്. സഹാവിനോടുള്ള ജനങ്ങളുടെ ഒരു സ്നേഹമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ജനങ്ങളുടെ സ്നേഹം ചരിത്രത്തിന് ഒരു ചരിത്ര പുരുഷന് യാത്രയേകുമ്പോൾ അത് ചരിത്രമാക്കി മാറ്റുകയാണ് തിരുവനന്തപുരത്തെ ജനങ്ങൾ. തിരുവനന്തപുരത്ത് മാത്രമല്ല, ആളുകൾ വിവിധ സ്ഥലത്തുനിന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഈ മരണവാർത്ത ഇന്നലെ അറിഞ്ഞ് ഇവിടേക്ക് ഒഴുകിയെത്തിയിട്ടുണ്ട്. ആ ആളുകൾ ഉൾപ്പെടെയാണ് വി എസിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നത് എന്നതിൻ്റെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണാൻ സാധിക്കും. അതിൽ പ്രായഭേദമന്യ എല്ലാ തലമുറയിൽപ്പെട്ട ആളും വി എസ് എന്ന പ്രിയ നേതാവിനെ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും കാണാൻ സാധിക്കുന്നത്. അത്രമേൽ അവർക്ക് പ്രിയപ്പെട്ട നേതാവാണ് വി എസ് എന്നാണ് മനസ്സിലാക്കുന്നത്. വി എസിനെ കാണാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. പള്ളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. പള്ളിയിൽ വന്ന ആളുകളാണോ? പള്ളിയിൽ വന്നാണ്, പള്ളി പെരുന്നാളാണ്. പക്ഷേ ഇതായതുകൊണ്ട് ഇപ്പോൾ പ്രാർത്ഥന തുടങ്ങിയില്ല, നിർത്തി വെച്ചിട്ട് വേണ്ടി കാത്തു നിൽക്കുക. പള്ളിയുടെ പെരുന്നാളാണ്, അവിടെ വി എസിനായി അത് നിർത്തിവെച്ചൊരു വി എസിനായി കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. വി എസിനെ കാണാൻ വേണ്ടി ഇഷ്ടമാണോ? ഒരു വീര ആളാണല്ലോ പോയത്. അപ്പോൾ കാണാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ. പള്ളിയുടെ മുമ്പിലുള്ള ആളുകളാണ് വി എസിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ വി എസിൻ്റെ വിലാപയാത്രയ്ക്കൊപ്പം ചേരുന്ന കാഴ്ച. ഒരു പള്ളിയുടെ പെരുന്നാളാണ്, അതിനിടയിൽ അവർക്ക് കന്യാസ്ത്രീ ഉൾപ്പെടെയുള്ള ആളുകൾ വി എസിന് പുഷ്പവർത്തി നൽകാൻ വേണ്ടി അവർക്ക് പുഷ്പ അർച്ചന നടത്താൻ വേണ്ടി എത്തുന്ന കാഴ്ച. അത്രയോളം പ്രിയപ്പെട്ട നേതാവ് അവർ ഓടി അടുക്കുന്ന ഒരു കാഴ്ച നോക്കുക. ഒരു രാഷ്ട്രീയ നേതാവിന്, കമ്മ്യൂണിസ്റ്റ് നേതാവിന്, ആ നേതാവിനോട് എത്രമാത്രം സ്നേഹം ഈ കന്യാസ്ത്രീക്ക് ഉൾപ്പെടെ ഉണ്ടാകും. അതുകൊണ്ടായിരിക്കാം അവർ ഓടി അടുക്കുന്ന ആ വി എസിനെ അവർ അത്രമേൽ പ്രിയപ്പെട്ടതാണ്. വി എസിന് വേണ്ടി ഓടി അടുക്കുന്ന കാഴ്ച. ഇത് ഈ പള്ളിയുടെ മുമ്പിലേക്ക് വരുമ്പോൾ എല്ലാ ആളുകളും അങ്ങനെ തന്നെയാണ് അവർക്ക് പറഞ്ഞത്.